പേരൻസിന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഷെഫ് പിള്ള പറയുന്നത്. കൊല്ലത്തെ ഈ റെസ്റ്റോറൻറ്റ്സിൽ പോയി മട്ടൻ കഴിക്കാൻ മട്ടൻ കിട്ടുന്നതെന്ന് എല്ലാവരും പറയുന്ന ഒരു ജില്ല കൂടിയാണ് കൊല്ലം. കൊല്ലം ഈ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അല്ലെ കുറെ കാലം കൊണ്ട് കുറെ പേര് കേൾപ്പെട്ട സ്ഥലമാണ്. പല രീതിയിൽ സോഷ്യൽ മീഡിയയിലായാലും സ്ഥലം അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലം എന്ന രീതിയിലാണ്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകും. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻഡ് ബിൽഡേഴ്സ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. നമസ്കാരം, ഞാൻ കൊല്ലത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കലോത്സവ വേദിയിൽ വന്നപ്പോൾ എനിക്കൊന്ന് വലിയൊരു അതിഥിയെ കിട്ടി. അദ്ദേഹത്തിന്റെ സ്വന്തം നാടാണ്, സെലിബ്രിറ്റിയാണ്. ഇദ്ദേഹം വിളമ്പിയത് കഴിക്കാത്ത സെലിബ്രിറ്റി ഇല്ല. ഷെഫ് പിള്ള, നമസ്കാരം. നമസ്കാരം ചേട്ടാ, നമസ്കാരം. സന്തോഷം നമ്മുടെ നാട്ടിൽ വന്ന് എല്ലാവർക്കും വെൽക്കം ടു കൊല്ലം. സ്വന്തം നാട്ടിലാണ് നമ്മൾ. ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷമല്ലേ? അതെ, സ്വന്തം മണ്ണിൽ കലോത്സവം നടക്കണം അല്ലെ? എന്ത് തോന്നുന്നു? ഭയങ്കരമായിട്ട് ഇത് ഇങ്ങനൊരു വലിയൊരു കേരളത്തിലെ ഏറ്റവും വലിയൊരു ഇവന്റ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു കലാമേള. ഒരുപാട് കുട്ടികൾ, സംസ്ഥാനത്തുടനീളമുള്ള കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, അവരുടെ അങ്ങനെയുള്ളവരും പിന്നെ നാട്ടുകാരെല്ലാം കൂടെ ചേരുന്നു. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു പ്രോഗ്രാം കൊല്ലം ഈ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അല്ലെ കുറെ കാലം കൊണ്ട് കുറെ പേര് കേൾപ്പെട്ട സ്ഥലമാണ്. പല രീതിയിൽ സോഷ്യൽ മീഡിയയിലായാലും കൊല്ലം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു തമാശ പോലാണ്, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ക്രൈം നടക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലം എന്ന രീതിയിലാണ്. അങ്ങനെയൊന്നും അല്ല എന്നുള്ളതും കൂടെ നമ്മുടെ കൂടെ ഒരു ആവശ്യമാണല്ലോ, ഒരു നാട്ടുകാരന്റെ ഉദ്ദേശമാണ്. അപ്പൊ കൊല്ലം എപ്പോഴും എല്ലാ നാടും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. അതേപോലെ അതിൻ്റെതായ പ്രശ്നങ്ങൾ എല്ലാ നാട്ടിലും ഉണ്ടാകും. പക്ഷെ കൊല്ലം ഒരു സ്പെഷ്യൽ, നമ്മൾ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളൊക്കെ പോയ ഒരാളെന്ന നിലയിൽ കൊല്ലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീരമാണ്. ഒരു കായലും കടലും പുഴയും അരുവിയും കുളവും എല്ലാം. ഒരു മല വേണോ മല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സഞ്ചാരിക്ക് ഒരു ജീവിതത്തിൽ കാണേണ്ട എല്ലാം കൊല്ലം നഗരത്തിൽ, കൊല്ലം എന്ന ജില്ലയിലുണ്ട്. പാലരുവി മുതൽ ശാസ്താംകോട്ട തടാകം, പിന്നെ അഷ്ടമുടി കായൽ, അതല്ലെങ്കിൽ കല്ലടയാറ്, അറബിക്കടലിന്റെ തീരം, അത് കഴിഞ്ഞാൽ നമ്മുടെ ആര്യങ്കാവ് മുതലുള്ള കാടും മലയും ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ കൊല്ലം കേരളത്തിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ് മൺട്രോത്തുരുത്ത്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ കലോത്സവ വേദിയിലൊക്കെ ആരെങ്കിലും വന്നാൽ ഒരു തവണ ഈ ഒരു സംഭവം പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം. അതാണ് ഏറ്റവും പ്രത്യേകത. നിങ്ങൾ കലോത്സവത്ത് വരുന്നവർക്ക്, കൊല്ലത്ത് വരുന്നവർക്ക് 14,000 കുട്ടികളും അതിന്റെ കുട്ടികൾക്ക് പേരൻസിന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഷെഫ് പിള്ള പറയുന്നത്. അദ്ദേഹം ഫുഡിനെ കുറിച്ചല്ല പറയുന്നത്, അദ്ദേഹത്തിന് ഫുഡിനെ കുറിച്ചല്ല പറയണത്, നിങ്ങൾക്ക് കാണാനുള്ള സ്ഥലങ്ങളോ അക്കമിട്ട് പറയാം. നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചു. അതെ, ഒന്ന് പറഞ്ഞു. ഏറ്റവും പ്രിയപ്പെട്ടായിട്ട് എനിക്ക് കണ്ട് നിങ്ങൾ വന്നാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ഈ മൺട്രോ ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞു ദ്വീപുകള്, നമ്മളൊക്കെ വെനീസിലൊക്കെ പോകുന്ന പോലുള്ള അതിന്റെ ഒരു കേരള വേർഷൻ. വളരെ നല്ല മനോഹരമായിട്ട് മൊത്തം ഒരു മില്യൺസ് ഓഫ് കോക്കനട്ട് ട്രീസും തൊട്ടരികിൽ അപ്പുറം ഇപ്പുറമൊക്കെ നാട്ടുകാരും വീട്ടുകാരും കുറെ കണ്ടൽ ചെടികളൊക്കെ ആയിട്ടുള്ള ഒരു യാത്ര ചെയ്യാൻ പറ്റിയതും കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലം മൺട്രോത്തുരുത്താണ്. പിന്നെ ഈ കൊല്ലം ബീച്ച് ഒരു ഭയങ്കര രസകരമായ ഒരു ഈവനിങ് തൊട്ടടുത്താണ്. അതുപോലെ തങ്കശ്ശേരി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ സിറ്റി ബേസിലിട്ടുള്ള കാണാൻ പറ്റിയ തങ്കശ്ശേരി, അവിടെ നമ്മുടെ വിളക്കുമാടം മുതൽ ലൈറ്റ് ഹൗസ് മുതൽ അങ്ങനെ പല സംഭവങ്ങളുണ്ട്. പിന്നെ ഇച്ചിരി അങ്ങോട്ട് ഉള്ളോട്ട് മാറിയാലാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ അതിർത്തിപരമായിട്ടുള്ള പാലരുവി, അല്ലെങ്കിൽ ഈ പറഞ്ഞ അച്ചൻകോവിൽ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കൊല്ലത്ത് നിങ്ങൾ ഈ കലോത്സവ വേദി പ്രത്യേകിച്ച് അത് കൂടാണ്ട് ഇവിടുത്തെ സീ ഫുഡ് ഭയങ്കര പ്രശസ്തമാണ്. ഇതിലേക്ക് വരുവായിരുന്നു, ഞാനൊക്കെ ഫുഡ് അന്വേഷിച്ചു കൊടുക്കാൻ ഇവിടെ വന്നിട്ട്. അതെ, ആ ഫുഡിന്റെ കഥ പറയാം. ഇവിടത്തെ കൊല്ലത്ത് ഓരോ സ്ഥലത്ത് നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകത ഉള്ള ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ആണല്ലോ ഇപ്പൊ കൂടുതൽ പോയി കഴിക്കാൻ പറ്റും. ഇപ്പൊ കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ മട്ടൻ, നമ്മളെ എഴുത്താണിക്കട, റമീസ്, ഫയൽവാൻ ഹോട്ടൽ, അതുപോലെ സലീം, ഇതൊക്കെ ഇവിടുത്തെ പഴയ പുരാതനമായ കടകളാണ്. അപ്പൊ ഇവിടെ എല്ലാം മട്ടൻ എന്ന് പറഞ്ഞൊരു കറി ഭയങ്കര പ്രശസ്തമാണ്, എല്ലാവരും പോയി കഴിക്കുന്നതാണ്. ഇപ്പൊ എഴുത്താണിക്കടയിൽ വെട്ടുകേക്കും മട്ടനും അതേപോലെ പൊറോട്ടയും കഴിക്കാം. റമീസ് എന്ന് പറഞ്ഞൊരു ഭയങ്കര അടിപൊളി റെസ്റ്റോറന്റ് ഉണ്ട്. അതുപോലെ ഫയൽവാനും സലീം ഹോട്ടൽ. ഇതൊക്കെ ഈ ടൗൺ ചുറ്റുവട്ടത്തും എഴുത്താണിക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പറഞ്ഞ വെട്ടുകെട്ടും പുട്ടും മട്ടനൊക്കെ കഴിക്കാൻ പറ്റുക. അപ്പൊ കൊല്ലത്തെ ഈ റെസ്റ്റോറൻറ്റ്സിൽ പോയി മട്ടൻ കഴിക്കാം. മട്ടൻ ഏറ്റവും കൂടുതൽ നല്ല മട്ടൻ കിട്ടുന്നതെന്ന് എല്ലാവരും പറയുന്ന ഒരു ജില്ല കൂടിയാണ് കൊല്ലം. അല്ല, എനിക്കിപ്പോ നിങ്ങളോട് ഷെഫ് പിള്ള എന്ന വ്യക്തിയോട് ഏറ്റവും ബഹുമാനം തോന്നിയ സമയമായിട്ട് ഇപ്പം. കാരണം താങ്കൾക്ക് റെസ്റ്റോറന്റുകൾ ഒത്തിരി ഉണ്ട്. താങ്കൾ സ്വന്തം നാട്ടിലെ റെസ്റ്റോറന്റുകളെ പരിചയപ്പെടുത്തിയത് അതെനിക്ക് ഭയങ്കരമായിട്ട് എന്റെ മനസ്സിന്റെ ഉള്ളിൽ ആഴത്തിൽ ഒരു സ്നേഹം കൂടിയുണ്ടോ. കാരണം വെച്ചാൽ ആരും പറയില്ല ചിലപ്പോ. നമുക്ക് ബിസിനസ് ഉണ്ടല്ലോ, പക്ഷെ നിങ്ങൾ അത് പറഞ്ഞപ്പോ ഉണ്ടല്ലോ, സത്യം പറയണം കേട്ടോ,
ആരും അങ്ങനെ പറഞ്ഞോ, നമുക്ക് നമ്മുടെ ഹോട്ടലാണല്ലോ. പക്ഷെ നിങ്ങൾ ഓരോ ഹോട്ടലിലെ പേരെടുത്ത് പറഞ്ഞു. അതെ, അത് നമ്മുടെ സ്നേഹമാണ് കൊല്ലം. തീർച്ചയായിട്ടും. ആ ഒരു നാട്ടില് എത്രയോ വർഷങ്ങളായിട്ട് അവർ തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. അപ്പൊ അവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ വരുമ്പം എന്റെ അടുത്ത് ഇങ്ങനെ ആരും ചോദിക്കും കൊല്ലത്ത് വന്ന് എന്താ, ഞാൻ ഇവരുടെ ഞാനിപ്പോ വന്നിരുന്ന കൊല്ലത്ത് എവിടെ നല്ല ഫുഡ് കിട്ടുന്ന രഹസ്യം എവിടെ വെച്ചല്ലേ? എനിക്കറിയില്ല എവിടെയാന്നുള്ളത്. ഈ പറഞ്ഞ കുറെ പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നൊക്കെ മട്ടൻ കഴിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ നല്ല മട്ടൻ കറികളാണ്. നിങ്ങൾ അവിടെ പോയി മട്ടൻ കറി കഴിക്കണം കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് പോയാൽ ഫുഡ് അന്വേഷിച്ച് നടക്കുന്നവർ ഒരേ സ്ഥലത്തുണ്ട്. പക്ഷെ ഇവിടെ പോയി മട്ടൻ കഴിക്കാതെ നിങ്ങൾ പോകരുത്. ശരിയല്ലേ? അതെ, തീർച്ചയായിട്ടും. അതാണ് അത് പറഞ്ഞത്. എന്തായാലും കലോത്സവ വേദിയിൽ ഇപ്പോ വന്നു. പഠിക്കുന്ന കാലത്ത് കലോത്സവ വേദിയിലൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഞാൻ സബ് ജില്ലാ തലത്തിൽ വരെ പങ്കെടുത്തുണ്ട്. എന്തിനാണ്? കഥാരചന, കവിതാരചന, അതൊക്കെ അതില് എനിക്ക് സ്കൂൾ ലെവലിൽ ഫസ്റ്റ് ആയിട്ട് സബ് ജില്ലയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ അന്നത്തെ സമയത്ത് നാടകം, മിമിക്രി, മോണാക്ടിലൊക്കെ പോയിട്ടുണ്ട്. എല്ലാത്തിലും ഒന്ന് നമ്മൾ പറ്റിയതാണ്. ഇടയ്ക്ക് നേര് സിനിമയിൽ നല്ല വേഷം ചെയ്തല്ലോ. എനിക്ക് അസുഖം ഉണ്ടോ? അതെ, നേര് അത് ഭയങ്കര ഒരു എന്താ പറയാന്ന് അറിയത്തില്ല. അപ്പൊ അത്രയും വലിയൊരു ഇങ്ങനെ ഒരു ഹിറ്റായ പടം, ലാലേട്ടന്റെ സിനിമ, ജിത്തു ജോസഫിന്റെ ഇത് ഒരു കുറെ നാല് ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അതിനകത്തൊരു ചെറിയ വേഷം എന്ന് പറഞ്ഞിട്ടാണ് ജിത്തു സാർ വിളിച്ചത്. പറഞ്ഞാ വിളിച്ചോ? അപ്പൊ പക്ഷെ ഞാനതൊരു ഇതിനകത്ത് പങ്കെടുക്കാന്നല്ലേ ഉള്ളൂ. അവിടെ ചെന്നപ്പോ ഡയലോഗ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ജഗദീഷ് ഏട്ടനുമായിട്ടാണ് കോമ്പിനേഷൻ. അപ്പൊ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒറ്റ ദിവസം കൊണ്ട് ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്തു. പക്ഷെ പടം തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രമാത്രം ആൾക്കാർ എനിക്ക് മെസ്സേജ് ഉള്ള എന്റെ ഫോണിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ആ വന്ന ഷോട്ടിൽ ചിലർ സർപ്രൈസ് ആയി പോയി. പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു ബിഗ് സ്ക്രീൻ കാണുക, അവര് ഫോട്ടോ എടുക്കുന്നു. ഡയലോഗ് ഇല്ല, അത് കഴിയുമ്പോൾ ഡയലോഗ്. അതെ, അപ്പൊ ആദ്യം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഗസ്റ്റ് പ്രസൻസിൽ പോയെന്നായിരിക്കും. പിന്നെ നോക്കുമ്പോൾ ചേട്ടാന്ന് പറയുന്ന ഒരു വിളി, രാജശേരം വക്കീലിന്റെ കളിയാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഹാപ്പിയാണ്. ഞാനും വിളിച്ചിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ആയിരക്കണക്കിന്. ഈ പറഞ്ഞ പോലെ കൊല്ലത്തിന്റെ പ്രത്യേകത നമ്മള് ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അതെ, ഈ ആശ്രമ മൈതാനത്തെ പ്രത്യേകത വലിയ പ്രത്യേകത. അതേ ഈ മൈതാനത്തിന്റെ പ്രത്യേകത, ആശ്രമ മൈതാനം നമ്മുടെ ഒരു അഹങ്കാരം എന്ന് വേണേൽ പറയാം. ഒരു നഗരത്തിന് ഒരു നഗരത്തിന്റെ ചുറ്റുപാട് ഇത്രയും ഏക്കർ കണക്കിന് ഒരു മൈതാനം കിട്ടുക. അപ്പൊ ഈ മൈതാനത്ത് വളരെ ചരിത്രപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നതാണ്. എന്റെ കുട്ടിക്കാലം പോലെ നമ്മൾ കാണാം ആശ്രാമം മൈതാനത്ത്. ഇപ്പൊ E.K. നയനാർ വരുന്നു, അല്ലെ രാജീവ് ഗാന്ധി വരുന്നു. എല്ലാ പരിപാടികളും കൊല്ലം എന്ന് പറഞ്ഞൊരു നഗരം ഉണ്ടെങ്കിൽ ആശ്രാമം മൈതാനം അതിനോട് ചേരുകയാണ്. അതിന് തൊട്ടടുത്തൊരു വലിയൊരു ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. അപ്പൊ ഇവിടുത്തെ ഉത്സവം, ഇവിടുത്തെ പൂരം, ഇതൊക്കെ ഭയങ്കര ഇത്രയും വലിയൊരു മൈതാനം നമ്മൾ എനിക്ക് തോന്നുന്നില്ല ഇതിലും വലിയൊരു ഏരിയ ഒരു സിറ്റിയുടെ തൊട്ട് മുമ്പിലുണ്ടോ എന്നുള്ളത്. അത്രയും അല്ല. സ്റ്റേഡിയംസ് ഒക്കെ ചിലപ്പോൾ ഒരുപക്ഷെ കൊച്ചിയിലൊക്കെ വലിയ സ്റ്റേഡിയം ആയിരിക്കും. പക്ഷെ ഇത് അതിനും എനിക്ക് കംപ്ലീറ്റ് ഒരു ഏരിയയുടെ അളവ് പണ്ടൊക്കെ ഏക്കർ എത്ര ഏക്കർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കിപ്പോ കൃത്യമായിട്ട് അറിയില്ല, കുറച്ചൊക്കെ ലോപിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ വലിയ വലിയ കല്യാണങ്ങൾ, വലിയ വലിയ പ്രോഗ്രാംസ്. അപ്പൊ ആശ്രാമം മൈതാനം എല്ലാ കൊല്ലത്തുള്ള എല്ലാ ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ ഇവിടെ വരണം. അപ്പൊ ഇതൊക്കെ ഒരു ആളുകളുടെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. എത്ര ആയിരം പേര് വന്നാലും ഈ ഒരു മൈതാനത്തിലൊന്നും നോക്കില്ല എന്നുള്ള രീതിയിൽ. ഇത് ഷെപ്പിള്ളയുടെ നാടാണെന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല. ഷെപ്പിള്ളയെ അറിയും, പക്ഷെ ഇത് സ്വന്തം നാടാണെന്ന് നമ്മുടെ പല ജില്ലയിൽ നിന്ന് വന്നവർക്കല്ല. അതും കൂടെ ഞാൻ താങ്കൾ വേണമെന്ന് പറയാം. ഷെപ്പിള്ളയുടെ നാട് അതെനിക്കൊന്ന് പരിചയപ്പെടുത്തണം. അതെനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു. അത് പറയണമല്ലോ എനിക്ക്. അതെ, നമ്മുടെ സ്വന്തം നാട്. നമുക്ക് എനിക്ക് എന്റെ നാടാണല്ലോ വലുത്. തീർച്ചയായും. എന്ന് പറഞ്ഞാൽ ആ ഷെപ്പിള്ളേനെ എല്ലാവർക്കും അറിയാം. അതെ, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റി തന്നെയാണ് താങ്കളുടെ കാര്യത്തിൽ സംശയമില്ല. ആ സെലിബ്രിറ്റി പക്ഷെ നാട് എവിടെയാണെന്ന് അറിയാം. അതുകൊണ്ടാണ് സ്വന്തം നാടിനെ കുറിച്ച് ഇങ്ങനെ വാതോരാതെ പറയുമ്പോൾ നമുക്കൊക്കെ എന്ത് സന്തോഷമാണല്ലോ. അത് കാരണം ഇത്രയും വാതോരാതെ പറയുന്നത് ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ കൊല്ലത്തെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോളായും എന്ത് പ്രശ്നമുണ്ട്. ഇപ്പൊ ഒരു പപ്പടത്തിന്റെ ആയാലോ, അല്ലെങ്കിൽ ഇവിടെ ലൈസിന്റെ പരിപാടി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാവരും അപ്പൊ കൊല്ലത്തെ ആകുമ്പോൾ അതെല്ലാം കൂടെ ഇപ്പൊ ആയ സ്ഥിതിക്ക് കൊല്ലത്തെ ഒരു വാർത്ത പറയുമ്പോൾ അതിന് കേൾക്കാനും അതിന് കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ ആ രീതിയിൽ പക്ഷെ അങ്ങനെ പറയുന്നതല്ല. കൊല്ലം ഒരു സ്വന്തം നാട്ടുകാരൻ എന്നതിലുപരി ഇവിടെ ഒരു പ്രത്യേകത ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇതിപ്പോ തിരുവനന്തപുരത്തിന്റെ ആലപ്പുഴയുടെ ഇടയിൽ ഒരു സാൻഡ്വിച്ച് ആയി പോയതുകൊണ്ട് ആളുകൾ അറിയുന്നില്ല എന്ന് മാത്രമാണ്. കൊല്ലം കണ്ട ഇല്ലം വേണ്ടെന്ന് പറഞ്ഞു. അതെ, പഴഞ്ചൊല്ലാണ്. എന്താണ് അങ്ങനെ പഴഞ്ചൊല്ല്? അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല. അത് പണ്ട് തൊട്ടേ നമുക്കത് രസമാണ് കേൾക്കുമ്പോൾ. എല്ലാവരും കേരളത്തിലുള്ള എല്ലാ മലയാളികളും പറയുന്നതാണ് കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട, അല്ലെ കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറുപ്പത് കണ്ട. അപ്പം അത് എന്തെങ്കിലും കാരണങ്ങൾ ഈ പറഞ്ഞ പോലെ പണ്ട് ഈ നഗരം ചൈനക്കാരൊക്കെ വന്ന കുറെ ചരിത്രങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ
കുറെ സംഭവങ്ങളുണ്ട്. എനിക്ക് എന്റെ എക്സാക്ട് കഥ അറിയില്ല, പക്ഷെ ഒത്തിരി ഓർമ്മകളുള്ളതാണ് തീർച്ചയായിട്ടും. ആ ഓർമ്മകളാണ് ഇപ്പോൾ നമ്മളോട് വേൾഡ് മീഡിയയിലെ പ്രേക്ഷകർക്ക് പങ്കെടുത്ത് സംസാരിച്ചത്. എന്തായാലും കൊല്ലത്തെ കുറിച്ച് ഒത്തിരി പറയുന്നു. എനിക്ക് രണ്ട് കാര്യം, കൊല്ലത്തെ കുറിച്ച് സ്വന്തം നാടിനെ കുറിച്ച് പറയുന്നു, അതോടൊപ്പം ഫുഡിനെ കുറിച്ച് മറ്റ് റെസ്റ്റോറന്റുകളുടെ പേര് പറഞ്ഞു. ഇത് തന്നെയാണ് ഷെഫ് പിള്ളയുടെ ഒരു മനസ്സ്. അങ്ങനെ ആകണം ആളുകൾ എന്നുള്ളൊരു മാതൃക കൂടിയാണ്. കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇനിയും ഒത്തിരി സിനിമകൾ അഭിനയിക്കണം, സിനിമ നല്ല നല്ല സിനിമകൾ ചെയ്യണം. നിങ്ങൾ ഈ സിനിമയിൽ നിന്നാ അതിന്റെ അപ്പുറത്തെ വെച്ച സിനിമ ലാലേട്ടന്റെ കൂടെയാണ്. ലാലേട്ടനോട് പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെ, ദുൽഖറിന്റെ പരസ്യത്തിൽ ഞാൻ പറയാം, ദുൽഖറിന് വെച്ച് വിളമ്പിയ കണക്ക് നമ്മളെടുത്ത് പറഞ്ഞത് ഭയങ്കര വൈറലായി. വലിയ ആൾക്കാരെ ഏറ്റെടുത്താണ്. അപ്പൊ ഒത്തിരി സന്തോഷം ഈ തിരക്കിന്റെ ഇടയ്ക്ക്. താങ്ക് യു. ഈ ഞങ്ങളുടെ സ്റ്റാളിൽ വന്ന് ഇത്ര നേരം പങ്കെടുത്ത എനിക്ക് ഭയങ്കര വീണ്ടും ഒരു സന്തോഷം വെച്ചാൽ ഈ ഒരു നഗരത്തിൽ വരുന്ന ഇങ്ങനെ ഒരു പരിപാടിക്ക് സാധാരണ പണ്ടൊക്കെ വലിയ ചാനൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ വന്ന് ഇതിന് ഇത്രയും ഇവിടെ അവരുടെ ഒരു കംപ്ലീറ്റ് ടീം വരുന്നു. എന്നെ 4-5 ദിവസം മുമ്പ് വിളിക്കുന്നു, നിങ്ങൾ കൊല്ലത്ത് വന്നാൽ ഇത് വരണം. അപ്പൊ അത്രയും ഒരു എഫർട്ട് കലോത്സവത്തിനും നമ്മുടെ നാടിനും നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു, അതേപോലെ എല്ലാ മീഡിയയും ഇതിനകത്തുണ്ട്. അതിന്റെ കൂടെ ഇപ്പോ ഹൈദരാബാദിയെ പോലെ ഇതെല്ലാം നിങ്ങൾ സിനിമയുടെ എല്ലാം കഴിയുന്നതിനിടയിൽ 4 ദിവസം ഇവിടെ ഒരു നിങ്ങളെ സ്റ്റോള് പോലെ ചെയ്ത് മൊത്തം സംവിധാനമായിട്ട് വന്നിട്ട് ഈ നഗരത്തിലും ഈ ഒരു കലോത്സവത്തിനെയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി എടുക്കുന്ന എഫർട്ടിനും നന്ദി. അതുപോലെ കൊല്ലം ജില്ലയിലേക്ക് വന്ന അല്ലെങ്കിൽ കൊല്ലം നഗരത്തിലേക്ക് വന്ന മറ്റ് സംസ്ഥാനത്തെ എല്ലാ വിദ്യാർത്ഥികളും ഒരു കൊല്ലംകാരൻ എന്ന നിലയിൽ സ്വാഗതം ചെയ്തു. എൻജോയ് ചെയ്ത് ഈ 4 ദിവസം ഈ കലോത്സവം ഗംഭീരമായിട്ട് വിജയിപ്പിക്കുക. താങ്ക് യു സോ മച്ച്. സന്തോഷം.